ആക്കീസ് ലൈഫ് സ്റ്റൈലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ 8:30 മണിയായി. എനിക്കിത് പ്രോഗ്രാം ഉണ്ട്. രാവിലെ പ്രാക്ടീസാണ്, എന്നിട്ട് നേരെ പ്രോഗ്രാമിന് പോകും. നാഗർകോവിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേറ്റായി ഓൾറെഡി. എന്നാലും കഴിച്ച ഉടനെ ഞാൻ ഇറങ്ങും. ഇന്ന് ഇഡലിയും സാമ്പാറും. എൻ്റെ അനിയൻ രാവിലെ പോയി കാടക്കോഴി വാങ്ങി. അപ്പോൾ അത് സ്പെഷ്യൽ അമ്മയാണ് വെച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങട്ടെ. എൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. പോയിട്ട് ജനിച്ചേച്ചിട്ട് അവിടെ നിന്ന് കാറുണ്ട്. അപ്പോൾ കാറിൽ നേരെ പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്തോട്ട് പോകും. എന്നിട്ട് നേരെ പ്രാക്ടീസും കഴിഞ്ഞിട്ട് തിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ്. അപ്പോൾ ശരി, ഞാൻ വണ്ടിയൊക്കെ എടുത്ത് ജനിച്ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയിട്ട് കാണാം. ഞാനപ്പോൾ അങ്ങനെ ജനിച്ചേച്ചിയുടെ വീട്ടിൽ എത്തി ഗൈസ്. എത്തിയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റായി. ഞാൻ പൂച്ച കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടത്തെ. സുമി ചേച്ചിയും ലച്ചുവും ജെനി ചേച്ചിയും കോസ്റ്റ്യൂം ഒക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഒരു കോസ്റ്റ്യൂം സെന്റർ തന്നെ ആയി. ഹായ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചില്ലേ? പൊളിച്ച്. ഓക്കെ, വിഭു ചേട്ടൻ ന്യൂ ഇയർ പൊളിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി ഇവിടത്തെ പൂച്ചകളെ കാണിച്ചു തരാം. വീട് അതൊന്നും കുഴപ്പമില്ല. കോസ്റ്റ്യൂം പിന്നെ ഇവിടെ കൊണ്ടിടും. ഓ, ഭയങ്കര സ്മെല്ലത്. കണ്ടീതില്ലേ? ഇതാണ് ചേച്ചിയുടെ മോള്, ഉണ്ണിമോള്. ഹായ് പറ ഉണ്ണിമോളെ. ഉണ്ണിമോക്ക് നാണം വരണം. നമ്മളിവിടെ കോസ്റ്റ്യൂമൊക്കെ എടുത്ത് വെച്ച് ഇപ്പൊ ഇറങ്ങിയാ ഇതാ നമ്മൾ തിരിക്കുകയാണ് പ്രാക്ടീസ് സെന്ററിലോട്ട്. പാട്ടില്ലേ? വെരി ഗുഡ്. വിഭു ചേട്ടൻ നമ്മളെ കാത്തിരക്ഷിച്ചു. ഓക്കെ, കാറിൽ കയറി ഗൈസ്. ഇനി നമ്മൾ നേരെ കോസ്റ്റ്യൂം സെന്ററിലോട്ടാണ്. അല്ല, സോറി, പ്രാക്ടീസ് ചെയ്യാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റി 2 വാക്ക് സുമി ചേച്ചി. അങ്ങനെ പറയല്ലേ? ഓക്കെ, ഇന്ന് എനിക്കും ഒന്നും പറയാനൊന്നുമില്ല. അറിയില്ല അവിടെ പോയിട്ട് ഏതൊക്കെ പാട്ടാണ് എന്തൊക്കെയാണെന്നൊന്നും അറിഞ്ഞൂടാ. നാഗർകോവിലാണെന്ന് മാത്രം അറിയാം. കോപ്പറേറ്റീവ് ഇവന്റൊന്നും അറിയാം. പഴനീർ ഹോട്ടൽ. ഏത്? പഴഞ്ഞി ഹോട്ടൽ. പൈനീർ ഹോട്ടലിലാണെന്ന് എന്തോടെ പറയണം. എന്തായാലും നമുക്ക് രാവിലെ ഭയങ്കര ഹറിബറി ആയി പോയി. ഞാൻ എണീറ്റത് ഞാൻ 8 മണിക്കാണ് ഉറക്കം എണീറ്റ് നേരെ പല്ലും തേച്ച് കുളിച്ച് കഴിക്കാനായിട്ടിരുന്നു. കാട ഫ്രൈ, കാടയുടെ കറി അത് വെച്ചിട്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് വന്ന്. അപ്പം ഞാൻ വന്നപ്പോൾ ഇവിടെ എല്ലാം മടക്കിയൊക്കെ തീർന്നു. ഇനി അവിടെ പോയി യുദ്ധം. പാട്ടെല്ലാം പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഉച്ചയോടുകൂടി ഇവിടുന്ന് ഇറങ്ങും. ഉച്ചയ്ക്ക് ഇറങ്ങൂലേ? 12-1 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പ്രാക്ടീസും കഴിഞ്ഞിട്ട് ഇറങ്ങും. ഉച്ചയ്ക്ക് അവിടെ എത്തണമെന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ കണ്ടത് ഒരു അപ്പൂപ്പൻ ഒരു ഇതിൽ തുണി നെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് നമുക്കതൊക്കെ കാണാൻ കിട്ടുമോ? ഓ, ഇവിടെയാണല്ലേ ക്ലാസ്. നമ്മൾ ഡാൻസ് ക്ലാസ്സിലെത്തി. ഇത് നോക്ക്, 2 പട്ടിക്കുട്ടി. ഹലോ.
വണ്ടിക്കകത്ത് ഭയങ്കര തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല വിശന്ന് പണ്ടാരടങ്ങുന്നു ഗൈസ്. അങ്ങനെ നമ്മളൊരു ബിരിയാണി കഴിക്കാനായിട്ട് ബിരിയാണി ഷോപ്പിൽ നിർത്തി. പക്ഷെ ബിരിയാണി കഴിക്കാൻ ബിരിയാണി ഷോപ്പിലൊന്നും കട. അപ്പൊ ഇവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങും. നമുക്ക് ഓൾറെഡി ലേറ്റ് ആയി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ബിരിയാണി വന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. കുഴപ്പമില്ല, വിശന്നിരിക്കുന്നതുകൊണ്ട് കഴിക്കാം. എന്നാലും കഴിച്ചിട്ട് വരാം. എല്ലാവർക്കും കഴിച്ചപ്പോഴത്തേക്കും ജീവൻ വെച്ച്. ഇവൻ കഴിച്ചില്ല. പൊടിയൻ തമിഴ്നാട് ഫുഡ് കഴിക്കൂലെന്നാണ് പറയുന്നത്. സോ അവൻ കഴിച്ചില്ല. നമ്മളെല്ലാരും കഴിച്ചിട്ട് ഇതാ കയറി. കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ആശ്വാസം വന്നു. എല്ലാരും നല്ല വിശന്നിരിക്കുമായിരുന്നു. ഇനി ഇവിടെ നമുക്ക് 7 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അപ്പൊ നമ്മൾ അവിടെ എത്തും. പോയിട്ട് കാണാം. ഫൈനലി നമ്മളിവിടെ എത്തി. എന്നോ ചേച്ചി നമ്മളെ ഈ ഹോട്ടലിന്റെ പേര് പൈനിയർ ബജാജ് ഗ്രാൻഡ് പാലസ് ഹോട്ടലിലാണ് നമുക്ക് ഇന്ന് പ്രോഗ്രാം. ഇനി എന്താ, ഇനി മുകളിലോട്ട് കയറണം. കോസ്റ്റ്യൂം എല്ലാം എടുത്തോണ്ട് നമ്മളിപ്പോൾ മുകളിലോട്ട് കയറും. പിന്നെ എന്താ, ഇനി അവിടെ ചെന്നിട്ട് ഇനി മേക്കപ്പ് ചെയ്യണം. നേരത്തെ പ്രോഗ്രാം ഒരു 4 മണിയോടുകൂടി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പ്രോഗ്രാം അതിന് അകത്തോട്ടൊക്കെ കയറിയിട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പം പറ്റുന്ന ഷോട്ട് കാണിച്ചു തരാം. ഹറിബറി ആവോന്ന് അറിയത്തില്ല, എന്നാലും മാക്സിമം ഞാൻ കാണിച്ചു തരാം. എൻ്റെ പണി സുമി ചേച്ചി ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മൾ ലിഫ്റ്റിൽ കയറി. ഇത് നമ്മളെ പ്രോപ്പർട്ടിയാണ്. റൂമിലെത്തി. റൂമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹാള് പോലത്തെ ഒരു റൂമാണ്. ഇപ്പം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോൾ റെഡിയായിട്ട് നിൽക്കാനാണ് പറഞ്ഞത്. ഞാനൊരു അരമണിക്കൂർ ഉറങ്ങി കേട്ടോ. അതാണ് ഇങ്ങനെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ അത് ഭയങ്കര AC, അങ്ങനെ ഭയങ്കര തണുപ്പ്. മേക്കപ്പ് ചെയ്തിട്ട് വരാം ഗൈസ്. ഹലോ, നമ്മളിതാ റെഡിയായി. ഫസ്റ്റ് ഇൻട്രോ പെർഫോമൻസ് നമ്മൾ റെഡിയായി. ഔട്ട്ഫിറ്റ് അല്ല, നമ്മളെ കോസ്റ്റ്യൂം. നമ്മൾ ഫസ്റ്റ് ഇൻട്രോ ഡാൻസ് ആണ് കളിക്കുന്നത്. ഇൻട്രോയ്ക്ക് നമ്മൾ ട്രഡീഷണൽ ആയിട്ടാണ് കളിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബിലോ. ഹായ് ചേട്ടാ. ഇത് നമ്മളുടെ അണ്ണൻ, നമ്മളെ ടീമിന്റെ ഒരേ ഒരു അണ്ണൻ ഫ്രം നാഗർകോവിൽ. മറക്കരുതേ. നമ്മളൊരു 10 മിനിറ്റിനുള്ളിൽ ന്യൂ ഇയർ പ്രമാണിച്ച് ജിങ്കി എളിയൻ ഷുഗർ കട്ടിലാണ്. അത് പൗഡറാണ്. ഓക്കെ, ഇനി നമ്മള് ഫസ്റ്റ് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് 10 മിനിറ്റ് ഓരോ പെർഫോമൻസിനും 10 മിനിറ്റ് വീതേ നമുക്ക് ടൈം ഉള്ളൂ റെഡി ആവാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞിട്ട് കാണാം ഗൈസ്.
പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. മേക്കപ്പ് കഴിച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. പ്രോഗ്രാമൊക്കെ അടിച്ചു പൊളിച്ചു ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. ഇന്ന് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി, എല്ലാവരും നന്നായിട്ട് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ നോക്കട്ടെ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ഭയങ്കരമായിട്ട് തളർന്നു പോയി ഇന്ന്, ഭയങ്കര ഫേസ് കാണാൻ പറഞ്ഞു ഇവിടെ, ഭയങ്കര വീക്കായിപ്പോയി. അത്ര നന്നായിട്ട് പെർഫോം ചെയ്തു, അതുകൊണ്ടായിരിക്കും. ശരി, ഞാൻ നോക്കട്ടെ അവിടെ എന്താ ഉള്ളതെന്ന് കഴിക്കാനേ. പ്രോഗ്രാമും കഴിഞ്ഞ് നേരെ നമ്മൾ വണ്ടിയിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ജനിച്ചേച്ചിയുടെ വീട്ടിൽ എൻ്റെ വണ്ടി ഇരിപ്പുണ്ടായിരുന്നു, അതും എടുത്തുകൊണ്ട് നേരെ ഞാൻ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.